ാണ് ഇപ്പോൾ ശ്രീ സാബു ജേക്കബ് എം ഡി കിറ്റെക്സ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സാബു ജേക്കബ്, തുണിത്തരങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 59-60% താരിഫ് വരികയാണ്. എങ്ങനെ ബാധിക്കും തുണിത്തരങ്ങളുടെ കയറ്റുമതിയെ? ഇതിപ്പോ ഒരു താൽക്കാലിക പ്രശ്നമാണ്. കാരണം ഇപ്പൊ ആരും എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്ന് ഈ പറയുന്ന 50-60% ഡ്യൂട്ടി വന്നിരിക്കുക. അപ്പോ ഇപ്പോ നമ്മളിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് അവരെ സംബന്ധിച്ച് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് ഇവിടെ നിന്ന് തന്നെയാണ് ഫിക്സ് ചെയ്ത് പോകുന്നത്. അപ്പോ ഇതിൽ ടാഗ് ഇടുന്നുണ്ടത്. അപ്പൊ അവർക്കിപ്പോ ഇതിപ്പോ പെർമനന്റ് ആണോ, ഈ ഡ്യൂട്ടിയിൽ നിലനിൽക്കുമോ എന്നുള്ള ഒരു സംശയമുള്ളത് കൊണ്ട് എല്ലാവരും ഈ പറയുന്ന ഓർഡർ ഷിപ്പ് ചെയ്യുന്നതിൽ നിന്ന്, പാക്ക് ചെയ്യുന്നതിൽ നിന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണത്. അപ്പോ ഇതിനൊരു തീരുമാനമായിട്ടേ ഇതില് റീറ്റെയിൽ പ്രൈസ് ഇടുകയുള്ളൂ. അപ്പോൾ അത് ഇട്ടതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്യാൻ പറ്റുക. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോ നമ്മളുടെ ഈ UK എഗ്രിമെന്റ്, കാരണം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഗാർമെന്റിന്റെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 6 ബില്യൺ മാത്രമേ ഉള്ളൂ. 6 ബില്യണിൽ താഴെ ഉള്ളൂ. അതേ സമയത്ത് ഇപ്പോ നമുക്ക് UK ട്രേഡ് അഗ്രിമെന്റ് അനുസരിച്ച് ഇപ്പൊ UK നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് 1.5 ബില്യൺ ആണുള്ളത്. ഏതാണ്ട് 14 മുതൽ 18 ബില്യൺ വരെയുള്ള മാർക്കറ്റാണ് ഇന്ത്യക്ക് ഓപ്പൺ ആവുന്നത്. അവിടെ 0 ഡ്യൂട്ടിയാണത്. അടുത്ത ഇടയ്ക്ക് സ്വിറ്റ്സർലൻഡുമായിട്ട് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ യൂറോപ്യൻ യൂണിയനുമായിട്ടും അതിന്റെ ചർച്ചകൾ നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 1-2 മാസങ്ങൾക്കുള്ളിൽ അതും സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോ ഇന്ത്യക്ക് തുറന്നു കിട്ടുന്നത് ഏതാണ്ട് 98-99 ബില്യൺ ഡോളറാണ് EU വരുന്നത്. അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായത്തില് ഇപ്പൊ ഈ US ടാരിഫ് ഒരു പക്ഷേ ഇന്ത്യ വളരെ പെട്ടെന്ന് EUമായിട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് ലോങ് റണ്ണില് നമുക്ക് ഗുണം ചെയ്യുകയുള്ളൂ. അപ്പോൾ അമേരിക്കയും മാറി ചിന്തിക്കേണ്ടി വരും. ഈ താരിഫ് അല്ലേ, കൂട്ടിയ താരിഫ് കുറയ്ക്കാൻ നിർബന്ധിതരാകും. ഇതിലെ ഒരു കാരണവശാലും ഇതിപ്പോ എഫക്ട് ചെയ്യാൻ പോകുന്നത് അമേരിക്കക്കാരെ തന്നെയാണ്. കാരണം ഈ 50% ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോ ഈ ഡ്യൂട്ടി ട്രംപ് വന്നതിന് ശേഷം ഇപ്പൊ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, അതായത് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ തന്നെ എന്നിട്ട് 10% റീറ്റെയിൽ പ്രൈസ് കൂടി കഴിഞ്ഞിരിക്കും ഓൾറെഡി. US കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് 20%-30% വീണ്ടും കൂടാം. അപ്പൊ ഈ ഡ്യൂട്ടി കൂട്ടിയത് കൊണ്ട് ഇന്ത്യയിലെ വില കുറയാൻ പോകുന്നില്ല. കാരണം ചിലപ്പോൾ 1-2% ആളുകൾ കുറയ്ക്കും. അതിൽ കൂടുതൽ കുറയ്ക്കാനായിട്ടുള്ള സാഹചര്യമില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ മുഴുവൻ ഡ്യൂട്ടിയും കൊടുത്തെടുത്തേ പറ്റുള്ളൂ. ഇനിയിപ്പോ 6 ബില്യൺ ഡോളറിന്റെ ഗുഡ്സ് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അതിനുള്ള സംവിധാനങ്ങൾ ഒരു രാജ്യത്തുമില്ല. ഇപ്പൊ എല്ലാ രാജ്യങ്ങളും നിലവിൽ കോമ്പറ്റീഷൻ ഇല്ലേ ശ്രീ സാബു ജേക്കബ്? ഇന്ത്യക്ക് ഈ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ മറ്റു രാജ്യങ്ങളുമായി, അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന മറ്റു രാജ്യങ്ങളുമായി കോമ്പറ്റീഷൻ ഇല്ലാത്ത മേഖലയാണോ? അല്ല, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വിയറ്റ്നാം, ചൈന, കംബോഡിയ, ബംഗ്ലാദേശ്, ഈ 4 രാജ്യങ്ങളാണ് ഈ തുണിത്തരങ്ങളിലുള്ള കോമ്പറ്റീഷൻ. ഈ രാജ്യങ്ങളിലൊക്കെ കപ്പാസിറ്റി ഫുള്ളായിട്ട് ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 6 ബില്യൺ നാളെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് മേടിക്കാൻ സാധിക്കില്ല. അതിന് വർഷങ്ങളെടുക്കും. 1-2 വർഷങ്ങൾക്കുള്ളിൽ ഈ ഡ്യൂട്ടി ടാരിഫ് അവിടെ കുറവാണ്. ഈ 2 വർഷത്തിനുള്ളിൽ ഈ 6 ബില്യൺ ആ പ്രദേശങ്ങളിലേക്ക് അമേരിക്കൻ ബയേഴ്സിന് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ നാളെ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ, 1 വർഷത്തിനുള്ളിൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണത്. അപ്പൊ അവര് എത്ര ഡ്യൂട്ടി ചുമത്തിയാലും ഇപ്പൊ ഉള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാതെ നിവൃത്തിയില്ല അമേരിക്കയ്ക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് വില അവിടെയാണ് കൂടാൻ പോകുന്നത്. ശരിയാണ്. ട്രംപ് പറയുന്നുണ്ട് അവിടെ റവന്യൂ കൂടുമെന്ന്. പക്ഷെ അതേ സമയത്ത് തന്നെ ആളുകൾക്ക് കൂടുതൽ പണം കൊടുത്ത് തുണിത്തരങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ സാബു ജേക്കബ്, കിറ്റെക്സിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? നിലവിൽ ഇത് ഈ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില കമ്പനികൾ എന്നല്ലാതെ ഈ സമീപ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ള ആശങ്കയുണ്ടോ? ഇതിൽ 2-3 മാസത്തേക്കുള്ള ഒരു താൽക്കാലിക പ്രശ്നം മാത്രമാണത്. ഇത് ഇന്ത്യക്ക് ഒരു പക്ഷേ ഒരു ഐ ഓപ്പണറാണ്. കാരണം ഈ അമേരിക്കയെ മാത്രം എല്ലാ കാര്യങ്ങളും, തുണിത്തരങ്ങളെന്നല്ല എല്ലാ ബിസിനസ്സും അമേരിക്കയെ മാത്രം. കാരണം ഇന്ത്യയുടെ അമേരിക്കൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 87-88 ബില്യൺ ഡോളേഴ്സേ ഉള്ളൂ. അതൊരു വലിയൊരു തുകയല്ല ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പോ ഇന്ത്യ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കുക. അതിനനുസരിച്ച് യൂറോപ്യൻ യൂണിയനും മറ്റു രാജ്യങ്ങളുമായിട്ട് ഈ ബിസിനസ് ചെയ്യുക. ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് കൂടുതൽ കണ്ടെത്തുക. അതിനുള്ള താൽക്കാലിക സപ്പോർട്ട് ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ
വളരെ എളുപ്പത്തിൽ അതിജീവിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളത്. കിറ്റക്സിൽ അങ്ങനെ യൂണിറ്റുകൾ എങ്ങനെ താൽക്കാലികമായിട്ട് പ്രവർത്തനം നിർത്തിവെക്കേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ ശ്രീ സാബു ജേക്കബ്? അങ്ങനെ ഇപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഡിസംബർ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ നടക്കുന്ന ഓർഡറുകൾ എന്ന് പറയുന്നത് അടുത്ത ഫെബ്രുവരി മാർച്ച് ഏപ്രിലേക്കുള്ള ഷിപ്മെന്റിന്റെയാണ് പുതുതായിട്ടുള്ള ഓർഡറുകൾ വരുന്നത്. ഇപ്പോ ഈ മാസങ്ങൾ മുതൽ ഡിസംബർ ജാനുവരി വരെയുള്ളത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഓർഡേഴ്സ് ഉള്ളതാണത്. അപ്പൊ അതിനെ ഒരിക്കലും ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റിവെക്കാനോ അവർക്ക് സാധിക്കില്ല. പക്ഷെ ഇപ്പോ അവര് താൽക്കാലികമായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചില പ്രതിസന്ധികളുണ്ട്. കാരണം അത് പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഷിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതപ്പോ ഇതിനൊരു തീരുമാനമാകുന്ന വരെ ഇപ്പൊ ഈ പറയുന്ന 2-3 ആഴ്ചക്കുള്ളിൽ ഒരു അന്തിമമായിട്ടൊരു തീരുമാനം വരും. തീരുമാനം വരെ ഇതിന് താൽക്കാലികമായിട്ടുള്ളൊരു സ്തംഭനം ഉണ്ടാക്കുമെന്നുള്ളതല്ലാതെ ഒരു ഫാക്ടറിയെയും അത് കൂടുതലായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയില്ല. ആശങ്ക എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് തൊഴിൽ പോകുമോ എന്നുള്ളതാണ്. അങ്ങനെ വേണ്ട എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ല, അതിപ്പോ ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്, അതായത് ഈ കാര്യത്തില് താരിഫിന്റെ കാര്യത്തിലല്ല, മറ്റ് രാജ്യങ്ങളുമായിട്ട് എത്ര പെട്ടെന്ന് എഗ്രിമെന്റ് വെക്കാൻ പറ്റുമോ ആ ബിസിനസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. യൂറോപ്യൻ യൂണിയനുമായിട്ട് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം 3 മാസത്തിനുള്ളിൽ പരിഹരിക്കാവുന്നേ ഉള്ളൂ. എല്ലാം സർക്കാരിന്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും. എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്തായാലും സർക്കാർ നിർത്തിവെക്കാൻ കഴിയുകയില്ല. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കും, വിലക്കയറ്റത്തിനിടയാക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് നടക്കുകയില്ല. പകരം സംവിധാനം ആലോചിക്കണം ഈ അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ നേരിടാൻ അല്ലേ? നമുക്കിപ്പോ ഒരു രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ കർഷകരെയും ഇവിടുത്തെ വ്യവസായികളെയും നശിപ്പിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റും ഒരു നിലപാട് എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വന്തം രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം ഏത് തീരുമാനങ്ങളും എടുക്കേണ്ടത്. മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് അടിയറ വെച്ച് നമ്മളുടെ കർഷകരെയും ഇവിടുത്തെ വ്യവസായങ്ങളെയും നശിപ്പിച്ചു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു താൽക്കാലികമാണത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഈ വ്യവസായങ്ങൾ മുന്നോട്ട് പോകുന്നതിന് പകരം മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ച് അവരുമായിട്ടുള്ള വ്യാപാര നയങ്ങളിൽ ഏർപ്പെട്ട് അത് ഉടനടി പരിഹരിക്കാനായിട്ടാണ് ഗവൺമെന്റ് ശ്രമിക്കേണ്ടത്. ശരി, നന്ദി ശ്രീ സാബു ജേക്കബ്.